അപ്പൊ നമ്മള് ഇന്ന് ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ അന്യഗ്രഹ ജീവികൾക്ക് ഇവിടെ എന്താണ് കാര്യം അല്ലെ? ഞങ്ങള് പ്ലൂട്ടോയുടെ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു വെൽക്കം, വാം വെൽക്കം. നമ്മള് തന്നെ നമ്മുടെ ഈ ഗെയിം സോണില് പ്രധാനമായിട്ട് നമുക്ക് 2 റൗണ്ടുകളാണ് ഉണ്ടാവുക. അപ്പോ ആർക്കാണോ ഉത്തരം ആദ്യം അറിയുന്നത് അവർ ബസർ അടിക്കുക, അവർക്കാണ് ഉത്തരം പറയാനുള്ള അധികാരം, അവർ പോയിന്റ് വിൻ ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂളാണ്. എല്ലാ ചോദ്യം അങ്ങനെയാണോ? അപ്പൊ ഞങ്ങള് നിങ്ങളെ 2 ടീമായിട്ട് തിരിക്കുകയാണ്. ഈ ടീമിന്റെ ക്യാപ്റ്റൻ അജു വർഗീസ് ആണ്. ഈ ടീമിന്റെ പേര് നമ്മൾ നിഹാലിന്റെ ക്യാപ്റ്റനായിട്ട് അവരോധിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഈ ടീമിന്റെ പേരാണ് റിയൽ ഫൈറ്റേഴ്സ്. ഈ ടീമിന്റെ ക്യാപ്റ്റൻ ഒബിയസ്ലി ദ വൺ ആൻഡ് ഓൺലി വെരി 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 ടാലന്റഡ് നീരജ് മാധവ്. ഞങ്ങളുടെ ഏക സ്ത്രീ സാന്നിധ്യം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആർഷെ ക്യാപ്റ്റൻ. ടീമിന്റെ പേര് വേണ്ടേ? ടീമിന്റെ പേരാണ് റോയൽ വാരിയേഴ്സ്. ഈ പേരിന്റെ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? റിയൽ ഫൈറ്റേഴ്സിന് മലയാള സിനിമയില് ഏലിയൻസ് വരുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പ് റെഡ് റെയിനിൽ ഏലിയൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 9-ൽ ഏലിയൻ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഗഗനചാരിയിൽ ഏലിയൻ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമ മൊത്തം എടുത്ത് നോക്കിയാൽ ഏലിയൻ സാന്നിധ്യം ഉണ്ട്. ആദ്യം പറഞ്ഞതാ റെഡ് റെയിനിൽ ഏലിയൻ സാന്നിധ്യം ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഏലിയനെ കാണാൻ പറ്റുന്നത് നമുക്ക് ട്രെയിലറിൽ. ട്രെയിലറിലുള്ളത് തന്നെയാണോ സിനിമയും പറയാൻ ഉദ്ദേശിക്കുന്നത്? അതെ, ഒന്നുകൂടി വിവരിച്ചാലല്ലോ. ട്രെയിലറുള്ളത് തന്നെയാണ് സിനിമയിൽ പറയുന്നത്. അത് കഴിഞ്ഞ് വെള്ളം ഇറക്കി കഴിഞ്ഞതിന് ശേഷം ബേസിക്കലി നമുക്ക് ഏലിയനെ കൊണ്ടുവന്ന് കേരളത്തിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടം പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ബേസിക്കലി ഇറ്റ്സ് എ കോമഡി മൂവി ആൻഡ് ഇറ്റ്സ് എൻ എന്റർടൈനർ. അപ്പം പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, തമാശ ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അങ്ങനെ അതെല്ലാം ഇവൻ തന്നെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു ദിവസം ഷൂട്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. ഇനിയിപ്പോ നമ്മള് എല്ലാരും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതൊരു ഫൺ പടം ആണ്. അത്ര ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഇല്ല. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് ഈ ജോണറിൽപ്പെട്ട പടങ്ങളാണ് CID മ്യൂസിയം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇപ്പം അടികപ്പേര്, കൂട്ടമണിയൊക്കെ കണ്ടിഷ്ടപ്പെട്ട ആ ജോണേഴ്സ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. അത് ചേട്ടാ, തമിഴിലും ഹിന്ദിയിലും പോയിട്ട് അഭിനയിച്ച് അവിടെ ഒരു പേരുണ്ടാക്കി ഇവിടെ വന്നിട്ട് നായകനാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് ആണ്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയ പ്രകാരം നീരജ് മാധവ് എന്നുള്ള ആള് NGO ഒക്കെ ആവുന്നതിന് മുമ്പേ നിങ്ങൾ സൗഹൃദത്തിലുള്ള ആളാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഇന്നിപ്പോ സിനിമ ആടുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ ആക്ടറായിട്ട് അറിയുമെങ്കിലും ഇന്ത്യ മൊത്തം ഇദ്ദേഹം ഏറ്റവും അറിയപ്പെടുന്ന ഒരു റാപ്പറാണ്, അറിയപ്പെടുന്ന ഒരു പെർഫോമറാണ്. ആ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വളർച്ചയെ എങ്ങനെ നോക്കുക? ഇതൊക്കെ എന്റെ ആത്മസംതൃപ്തിയില്ല. പണ്ട് അങ്ങനെ പാട്ട് പാടുന്ന ഒരാളെ എനിക്കറിയില്ല. ഡാൻസ് ചെയ്യുന്ന ആള് ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്ത ഡാൻസർ, വളരെ മികച്ച ഡാൻസറാണ്. അത് എനിക്ക് തോന്നുന്നു ഇൻഫാക്ട് ആ സൈഡ് പുള്ളിയുടെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഡാൻസ് ഞാൻ തന്നെ ഈ പടത്തിൽ ഡാൻസ് അദ്ദേഹത്തിന്റെ കൊറിയോഗ്രഫി അല്ലല്ല, അങ്ങനെയല്ല കേട്ടോ, സത്യമായിട്ടും അങ്ങനെ. ഇത് റൈറ്റർ അവിടെ ഒരു പാട്ട് വേണം, ഒരു പാർട്ടി നടക്കുവാണ്, ഒരു കോസ്റ്റ്യൂം പാർട്ടി നടക്കുന്നുണ്ട്. അവിടെ ഒരു DJ പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ മലയാള സിനിമയിൽ നമുക്ക് സിറ്റുവേഷൻ ഇല്ലാണ്ട് പാട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. തമിഴിലൊക്കെ നേരെ നായകൻ കണ്ടുപിട്ടി കട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം. നമുക്കത് പറ്റാതെ ഞാൻ പല പടത്തിലും ചോദിച്ചു നോക്കി, പക്ഷെ അങ്ങനെ ഇതില് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഡാൻസിനുള്ള അവസരം ഉണ്ടായി. ആദ്യത്തെ റൗണ്ടിലേക്ക് പോവാം. റൗണ്ടിന്റെ പേര് ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. അത് ചേട്ടൻ ഈ ഗെയിം ഒരു വട്ടം കളിച്ചിട്ടുണ്ട്. അതായത് വളരെ സാമ്യമുള്ള 2 സിനിമകൾ, അതായത് കഥാപരമായിട്ടോ അല്ലെങ്കിൽ കഥാപാത്രപരമായിട്ടോ അല്ലെങ്കിൽ ഒരു സാധനമായിട്ടോ ഒക്കെ ആയിട്ട് 2 സിനിമയിൽ 2 കണക്ഷൻ ഉണ്ടാവും. ആ 2 സിനിമകളുടെ ഏതാണെന്ന് ഞങ്ങൾ 2 ലൈനിൽ വെച്ച് പറയും. ആ 2 സിനിമകൾ ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. കുറച്ചുകൂടി 2 സിനിമകളും ഒരു ടീം പറയണം. പറഞ്ഞുതരാം. ട്രയൽ നടത്താം. ഓക്കെ. ഒരു നാട്ടിൽ പുലി ഇറങ്ങുന്നു. ആ പുലിയെ പിടിക്കാൻ വരുന്ന ആൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു.
സ്വന്തം അച്ഛനെ കൊന്ന പുലിയെ വേലെറിഞ്ഞു കൊല്ലുന്ന നായകൻ. ട്രയലാണ് ഇത് രണ്ട് സിനിമകളുടെ ഞങ്ങള് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇത് രണ്ട് സിനിമകളുടെ കഥയുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? പറയണം. നിങ്ങൾക്ക് മനസ്സിലായോ? രണ്ട് സിനിമകളുടെ കഥയുണ്ട്. ആ രണ്ട് സിനിമ നിങ്ങൾ പറയണം. രണ്ട് സിനിമയും പറയണം. അങ്ങോട്ട് പുലിമുരുകൻ, ആ അത് രണ്ടാമത്തെ പടം. കുന്തൻപാട, സ്വന്തമായിട്ട് പറഞ്ഞു. കുന്തൻപാടം, അല്ല അല്ല ആ. മൃഗ എന്റെ കുട്ടി ട്രയലല്ലേ? ഒരാള് രണ്ടു ഉത്തരവും പറയണം. ഒരാള് ടീം പറഞ്ഞു. നിങ്ങൾ മൂന്നുപേരും ഒരു ടീം ഇതൊരു ടീം ആയിട്ട് രണ്ട് അപ്പൊ ഒരു ഉത്തരം പറഞ്ഞ പോയിന്റ് ഇല്ല. പോയിട്ടില്ല. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നാലിടാം. പാസ് ആയിക്കൂടെ? ഇല്ല 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 പാസ് നമ്മള് പാസ് പറഞ്ഞാലല്ലേ അവർക്ക് പറയാൻ പറ്റൂ. അതെ. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിച്ചോളൂ. നായികയെ ഇംപ്രസ് ചെയ്യാൻ ശബരിമലയ്ക്ക് മാലയിടുന്നു, അവിടുന്ന് അങ്ങോട്ട് വലിയ പൊല്ലാപ്പാകുന്നു. നായിക പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്നു, അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ പൊല്ലാപ്പാകുന്നു. അടിക്ക്. അജു ചേട്ടാ അടിക്കണ്ടേ? അല്ലല്ല അല്ലല്ല ആലോചിച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അടിച്ചു കഴിഞ്ഞാൽ അടിച്ച അപ്പം പറയണം. ചിന്താവിഷ്ടയ ശ്യാമള. മറ്റേതും ശ്രീനിവാസ ബന്ധമുള്ള ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അല്ല രണ്ടാമത്തെ അല്ല പെട്ടെന്ന് പറ. ഒന്നുകൂടെ പറയാം. നായികയെ ഇംപ്രസ് ചെയ്യാൻ ശബരിമലയ്ക്ക് മാലയിടുന്നു, അവിടുന്ന് അങ്ങോട്ട് വലിയ പൊല്ലാപ്പാകുന്നു. രണ്ട് ഇല്ല ഇവിടെ ഓൾറെഡി അടിച്ചു. നായിക പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് മാലയിടുന്നു, അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ പൊല്ലാപ്പാകുന്നു. അത് ചിന്താവിഷ്ടയ അല്ല ഇവര് ആലോചിക്കുന്നത് അല്ലല്ല ആദ്യമേ ഇവര് തന്നെ ചോദിച്ചു വാങ്ങിച്ച റൂളാ. അടിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ ചാൻസ് തരൂ. തരൂ. നമ്മുടെ 5 വരെ ഉണ്ടോ? അതിനുള്ളിൽ നമ്മൾ പറയണം. 1 2 മാളികപ്പുറം 3 അല്ല 4 ചിന്താവിഷ്ടയ ശ്യാമള. അത് പറഞ്ഞു. യാത്രക്കാരുടെ ശ്രദ്ധിക്കും. അല്ല അതിലും മലയെന്ന് വന്നത് ശ്രീനി സാറ്. മലയാളം നായിക ഇംപ്രസ് ചെയ്യാൻ ലവ് ആക്ഷൻ ഡ്രാമ. പക്ഷെ കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. അതൊന്നും കേൾക്കാറില്ല. ടെക്നിക്കലി സ്പീക്കിംഗ് റോയൽ വാരിയേഴ്സിന് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആലോചിച്ചു. ശരിയാവും അവരാലോചിച്ചല്ലോ. അല്ലല്ല നിങ്ങൾ ആലോചിച്ചില്ല. ഇവരാദ്യം അങ്ങനെയാണെങ്കിൽ അതെ. അപ്പൊ നമ്മള് ജയിച്ചു. അല്ലല്ല ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ ബെല്ലടിച്ചിട്ട് ഞങ്ങൾക്ക് പറയാം. നമുക്കൊരു അവസരം തന്നു, അവർക്കൊരു അവസരം ആലോചിക്കാം. തന്നു. ആലോചിക്കാം. രണ്ട് ടീമും പറയില്ല. അല്ല അതിൽ നമ്മൾ ശരി വിട്. ടോട്ടൽ കൺഫ്യൂസ് ആയല്ലോ. എങ്ങനെയും അടിക്കട്ടെ. എന്നാ പിന്നെ ഫസ്റ്റ് തന്നെ ബെല്ലടിക്കും. നമുക്ക് ഫസ്റ്റ് ശരി അത്ര അറിയാതെ മാത്രം ബെല്ലടിച്ചാൽ മതി. ഇത് നമുക്കൊന്ന് സംയമനം പാലിക്കും. പക്ഷെ അവിടെ പോയിന്റ് ഇല്ല. ഇതൊക്കെ പുറത്ത് ടിവിയിൽ ആൾക്കാരെ കാണോടാ. ഇങ്ങനെ അലമ്പാവല്ലേ? എന്ത് നിങ്ങൾ ഇത് എന്ത് ഓക്കെ. അപ്പൊ ഇപ്പൊ പോയിന്റ് ഇല്ല. പോയിന്റ് ഇല്ല. ശരി ഇത് പോയിന്റ് ചെയ്തായിട്ട് തുടരാം. പോയിന്റ് രഹിതം. പോയിന്റ് ചെയ്താം. ബെല്ലടിച്ചാ അറിയാണെങ്കിൽ മാത്രം ബെല്ലടിച്ചാൽ മതി. ഈ ടീമിനെ അയാളെ പറഞ്ഞുവിടാവും. സ്വന്തം പ്രൊഡ്യൂസർ പടം പോലും അതേപോലെ അറിയില്ല. പിന്നെ ഇയാളെ ഇനി ഞാൻ ചിന്താവിഷ്ടയ ശ്യാമള പറഞ്ഞു. പറഞ്ഞത് അവന്റെ അച്ഛൻ ഒരു അര പോയിന്റ് തരാം. അയ്യോ, പാവം. ശരി അത് ഒരു അഭ്യർത്ഥനമായിട്ട് മാർക്ക് ഞാൻ പോയിന്റ് കൊടുക്കാം. പിന്നീട് ഇങ്ങനെ കെഞ്ചരുത് നമ്മള്. നമ്മൾ ആ, റോയൽ വേണ്ട, വാരിയേഴ്സ് അടുത്ത ഭയങ്കര റോയൽ വാരിയേഴ്സ് ആയിട്ട് അര പോയിന്റിന് വേണ്ടി കെഞ്ചുന്നു. ഏത് റോയൽ വാരിയേഴ്സ് കുറ്റക്കാരനാണ്? ഓരോ പോയിന്റ് കൊടുക്കാം. ഓക്കെ പാവങ്ങളല്ലേ? വേണ്ട ഓക്കെ രണ്ടുപേർക്കും ഓരോരോ ഓരോ point. അതുമില്ല നമ്മുടെ പോയിന്റ് വേണ്ട. അതെന്താ അവര് രണ്ടാളിലും കണക്ഷൻ. ശരി ശരി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ക്വസ്റ്റ്യൻ? നായികയെ കിട്ടാൻ വേണ്ടി ഉറ്റ സുഹൃത്തിനെ കൊക്കയിൽ വീഴ്ത്തുന്നു. നായിക ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ഉറ്റ സുഹൃത്ത് കൊക്കയിൽ വീഴുന്നു. ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ രണ്ടെണ്ണം ഉണ്ട്. അത് രണ്ടും കഴിഞ്ഞ് അതെ. നിങ്ങൾ refer ചെയ്യാൻ പാടും. എന്നാ പറ. റോയൽ ഒന്ന് മഴവില്ല്. ആ ഒന്ന് ഇത് പറയും ഒരു ഇത് കൂടെ പറയും. നായിക ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ഉറ്റ സുഹൃത്ത് കൊക്കയിൽ വീഴുന്നു. അതിന്റെ ഉത്തരവാണ് പറയൂ. One. അല്ല, ഭാവന കൊക്കയിലൂടെ വീണ്ടും അല്ലല്ല, അത് ബീച്ച് വീണ്ടും ഞങ്ങൾക്ക് പറയാം. ഓർഡിനറി ആണോ? അല്ല അല്ല. നായിക ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ഉറ്റ സുഹൃത്ത് കൊക്കയിൽ വീഴുന്നു. വീണോട്ടെ പറ. അല്ല, ഞാൻ ഒരു free entry തരാം. Free entry തരാം. അങ്ങനെ ഉച്ച സുഹൃത്തുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രണ്ട്സ്. Guys, അപ്പൊ വീണ്ടും 1-1. സ്വപ്നം Okay അല്ലേ? ഇത് നായകനാ.
സുഹൃത്തിനെ ഉറ്റ സുഹൃത്ത് അല്ലല്ല. ചെറിയ mistake. ശരിയാട്ടാ ആ. അത് വെള്ളത്തിലാണ് കൊക്കേന്ന് കൊക്കയിലല്ല, വെള്ളത്തില. എന്താണെന്നറിയോ കണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞ ബീച്ചിലാ വീഴുന്നത് വെള്ളം. കൊക്ക എന്ന് പറഞ്ഞ താഴ്ചയിലുള്ള എന്ത് കൊക്കയുടെ ഞങ്ങളുടെ മനസ്സിലെ കൊക്കയില് വെള്ളമില്ല. അത് മറ്റേ മാങ്ങ പറിക്കുന്ന കൊക്ക, ഇത് കൊക്കയുടെ താഴെ വെള്ളം നമുക്ക് ഉണ്ടാവാം. ഒന്നേ ഒന്ന് ഇപ്പൊ 2 ടീമിനും 2 പോയിന്റ്.